മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടും നിങ്ങളുടെ ബന്ധത്തോടുമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അതോ ഇപ്പോൾ പെട്ടെന്നൊന്നും വേണ്ട എന്നുള്ള രീതിക്കാണോ? എന്താണ് അവരുടെ ഒരു മെന്റാലിറ്റി ഒരു സമയത്ത് നിൽക്കുന്നത്, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് എല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ടും എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസും അതുപോലെ തന്നെ നല്ലൊരു ക്ലാരിറ്റിയും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക, അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക, അവരുടെ മുഖം മനസ്സിലേക്ക് ഓർത്തിട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി നമുക്ക് ആദ്യമേ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ കൂടുതലും ഇവരുടേതായ ഒരു കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങൾ, ചിലവരുടെ കാര്യത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് മൂലമുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം, ചിലവരുടെ കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ നടന്നിരിക്കുന്ന വഴക്കുകൾ, അല്ലെങ്കിൽ ഫാമിലി മൂലം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഈഗോ കൊണ്ടിട്ട് ഇവർ നിങ്ങൾ അവോയ്ഡ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻസ്, അങ്ങനെ പല പല സിറ്റുവേഷൻസ് നിങ്ങളുടെ ഓരോരുത്തരുടെയും റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പൊ എന്ത് രീതിയിൽ ഉള്ളതാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവരുടെ ലൈഫിലുള്ളത്. ഇവരുടെ കൂടെ മറ്റാരും തന്നെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു വാല്യൂ കൊടുത്തിട്ട് ആ ഒരു ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സൈക്കിൾ പോലെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി, ഒരു അടിച്ചുപൊളി മൈൻഡിലൊക്കെ നടന്നിരുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. ഇവർ ഇവരുടേതായ ഒരു ലോകത്തേക്ക് മാത്രം ഒതുങ്ങി പോയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവരുടെ ജോലി ചെയ്യുന്നു, തിരികെ വീട്ടിൽ വരുന്നു, വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ജീവിതത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഘടനയിലൂടെ മുന്നോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ ജീവിതത്തിൽ വീണ്ടെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവരിപ്പോ മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം ഇവരിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് കുറച്ചധികം പ്രശ്നങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് മാറിപ്പോയ സമയത്ത് ഇവർക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ലോസ് ഒക്കെ ഇവർക്ക് സംഭവിച്ചിരിക്കുന്നതായിട്ട് ഇവിടെ പെന്റക്കിൾ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ ലോസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ജീവിതത്തിൽ എല്ലാ രീതിക്കും സ്വയം ഒരു നീതി ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ ഇവരുടേതായ കാര്യങ്ങൾക്ക് കൂടുതൽ വാല്യൂ കൊടുത്തിട്ടാണ് ഇവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ എനർജി ലെവൽ ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് അനുസരിച്ചിട്ട് എംപറർ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മുന്നിലേക്ക് തോറ്റു തരാനുള്ള ഒരു മടി ഇവരിൽ നിൽക്കുന്നുണ്ട്. ഉള്ളിന്റെ ഉള്ളു കൊണ്ടിട്ട് ഇവർക്ക് വളരെയധികം സ്നേഹമുണ്ട്. ഇപ്പൊ ഈ ഒരു സമയത്ത് അവരുടെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് നേരത്തെ ഒരു ഭയങ്കരമായ ഒരു ധാർഷ്ട്യത്തിൽ എന്തായാലും വേണ്ട എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. അതിനൊക്കെ തീർച്ചയായിട്ടും ഒരു അയവ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു വേദന, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോയ ആ ഒരു കുറ്റബോധം എല്ലാം ഇവരിൽ ഇപ്പൊ നിഴലിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു കുറ്റബോധവും ആ ഒരു നഷ്ടബോധവും ഒക്കെ ഇവരിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നീതി തരണം, എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും റിലേഷൻഷിപ്പിനെ ഒന്ന് തിരിച്ചു പിടിക്കണം, ഒരു നീതിപൂർവ്വം ഇതിനകത്ത് പ്രവർത്തിക്കണം എന്നെല്ലാം ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇവരുടെ ആ ഒരു ഈഗോ കംപ്ലീറ്റ്ലി വിട്ടുപോകാനായിട്ട് ഇവർക്കൊരു മടിയുണ്ട്. എല്ലാ രീതിക്കുള്ള ഇമോഷൻസ് ഉണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഒരു ഇമോഷൻസ് ഒന്നും നിങ്ങളുടെ നേരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തോ, ഇപ്പൊ ചിലപ്പോ ചില വ്യക്തികളൊക്കെ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിയാവുന്ന പേഴ്സൺസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം, ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക്. ഇപ്പൊ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടായിരിക്കും, ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും, എക്സ്ട്രാ മെറിറ്റൽ എന്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളല്ലാതെ മറ്റേതെങ്കിലും വ്യക്തികൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തികളൊക്കെ ഇവരുടെ അടുത്ത് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ പക്ഷെ ഇവർ ഇതൊന്നും കാണിക്കുന്നില്ല, നിങ്ങളോട് ഭയങ്കര സ്നേഹം ഉണ്ടെന്നോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ നമ്മൾ നോക്കുന്നത് അവരുടെ മനസ്സിലേക്കാണ്, എന്താണ് അവരുടെ ആഴങ്ങളിൽ, അവരുടെ മനസ്സിന്റെ ആഴത്തിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഉള്ളുകൊണ്ട് എന്തായാലും ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഒരുപാട് വേദനിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവർക്ക് ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു നഷ്ടങ്ങളും എല്ലാം കൂടെ വന്നപ്പോ അവർക്ക് ഒരുമിച്ചാണ് അവർക്ക് ആ ഒരു ഫീലിങ്സ് എല്ലാം കൂടെ കേറിയിരിക്കുന്നത്.
പെട്ടെന്നൊന്നും അങ്ങനെ തകർന്നു പോകാത്തതോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും എഫക്ട് ചെയ്യാത്ത ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടേത്. പക്ഷേ ഇവർക്കൊരു ഓവർ തിങ്കിങ് ക്യാരക്ടർ പണ്ട് മുതലേ ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് തന്നെ ഇവിടെയും കാണുന്നുണ്ട്. ഇവർ ഓവർ തിങ്ക് ചെയ്തിട്ട് പക്ഷെ ഇവർ ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഇമോഷൻസ് എല്ലാം എന്താണ് ഇമോഷൻസ് എന്നുള്ളത് ഇവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ലൈഫിൽ വന്നിരിക്കുന്ന നഷ്ടങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളും നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇനി അതിനെ എല്ലാം ഒന്ന് ജസ്റ്റിസ് ഒരു നീതി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് അതിനെയും ഒരു ഘടനയിലേക്ക് എത്തിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതേക്കുറിച്ചൊന്നും ഇവരിപ്പോ എന്തായാലും പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ഒന്നിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് തടസ്സങ്ങളായിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. കണ്ണേറ് കിട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിക്കുന്നതിൽ അസൂയ കുശുമ്പോ ഒക്കെ ഉള്ള വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഇനി ബുദ്ധിപൂർവ്വം ഈ ഒരു കാര്യത്തിൽ നീക്കങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇവർ പുറത്തേക്ക് ആ ഒരു ഇമോഷൻസ് കാണിക്കാത്തത്. ഇപ്പോഴും ഇവരുടെ ഇമോഷൻസിനെയും ഇവരുടെ ഫീലിങ്സിനെയും എല്ലാം സ്വയം നിയന്ത്രിച്ച് പിടിച്ചു വെച്ചിരിക്കുകയാണ്. എത്രത്തോളം നിയന്ത്രിച്ച് പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും അവർ എപ്പോഴും നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഓർമ്മകളിലേക്കാണ് പോയിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവരുടെ ചിന്ത ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹത്തിന്റെ കപ്പ് ഒരു രീതിക്കും തുളുമ്പി പുറത്തേക്ക് പോകാതെ അത് നിങ്ങളിലേക്ക് തന്നെ ഇനി എത്തിക്കണം. കംപ്ലീറ്റ്ലി ഒരു പരിവർത്തനം നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഒരു ഹീലിംഗ് അവർക്ക് നടന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് പോയ ഒരു സമയത്ത് അതിന്റെ കൊണ്ട് മാത്രമായിരിക്കില്ല മറ്റൊരു വഴിയിലൂടെ ഇവർക്ക് ഒരു തിരിച്ചടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇവർ അകപ്പെട്ട് വന്നിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇവർക്ക് കൂടെ ആരും ഇല്ല എന്നൊരു തോന്നലൊക്കെ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റിയിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഇവർ ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് വേദനയും നഷ്ടബോധവും ഒക്കെയും ഇപ്പോൾ തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് പോകുന്ന കാര്യത്തിൽ ഇവരിൽ ഒരുപാട് ഭയം നിഴലിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഇടപെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ ആ ഒരു പാസ്റ്റിനെ ഇവർക്ക് വളരെയധികം ഭയമുള്ളതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ എത്രത്തോളം ഭയം ഉണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്നത് നയൻ ഓഫ് wands ആണ്. ആ ഒരു ഭയത്തിനെ എല്ലാം മറികടന്നുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇതിനൊരു പരിവർത്തനം സംഭവിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ഭയത്തിനെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇതിലേക്ക് കടന്നു വരാൻ തന്നെയാണ് ഇവരുടെ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ഇവരുടെ ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ ഇവരുടെ ഒരു മനോഭാവത്തിലും എല്ലാത്തിലും ഒരു പൂർണ്ണമായിട്ട് ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം തീർത്തും ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് ഇവരിപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങളും ഇവരുടെ കൂടെ ഇല്ല. ഇവർക്ക് ഒരുപാട് ഇവരുടെ ഒരു സന്തോഷം കണ്ടെത്തിയിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇവരുടെ ഒരു കരിയറിനൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടേത്. അപ്പോ ആ ഒരു കരിയറിനും ഒക്കെ ഒരു ഇടിച്ചിൽ സംഭവിച്ചിരിക്കുന്നു. എല്ലാ രീതിക്കും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഈ ഒരു തകർച്ചകൾ എന്ന് പറയുന്നത് ഇവരെ തീർത്തും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ ജീവിതത്തിൽ ഇനി ഒരു ഘടനയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നീതിപൂർവമായിട്ടുള്ള പ്രവർത്തിയിലൂടെ മാത്രമേ തനിക്കൊരു പുനർജന്മം അല്ലെങ്കിൽ ഒരു റീബർത്ത് സ്വയം ഉണ്ടാവുകയുള്ളൂ. ഒരു ജഡ്ജ്മെന്റ് സ്വയം ലഭിക്കുകയുള്ളൂ എന്നൊരു തോന്നല് ഇവരിലേക്ക് എത്തിയിട്ടുണ്ട്. അർഹമായ ആ ഒരു സ്നേഹം അർഹമായ കൈകളിലേക്ക് തന്നെ നൽകണം എന്നൊരു ചിന്ത. ഒരു ഉൾവിളിയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. ഉൾവിളി എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒരു യൂണിവേഴ്സൽ സ്പിരിറ്റ് അവരിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരിൽ അത് എഫക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളൊന്നും പ്രാർത്ഥിക്കുന്നില്ല എന്നുണ്ടെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളറിഞ്ഞിട്ടുള്ള ഒരു വേദന തീർച്ചയായിട്ടും ഇവരിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു നന്മ തന്നെയായിരിക്കാം ഈ ഒരു person നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളൊരു തോന്നലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വീണ്ടും ഒരു സ്നേഹം പങ്കിട്ടുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊരു ചിന്തയും വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവരിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം അവർ ഒരുപാട് ഇവിടെ ചിന്തിക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജിയും കൂടെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ഒന്നിക്കുന്ന കാര്യത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരുപാട് റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കും. ഇവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ മാത്രം ആയിരിക്കില്ല. ഇവർക്ക് ഫാമിലിയിൽ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പുമായിട്ട് സ്നേഹബന്ധത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാലും പെട്ടെന്ന് അതിനകത്തേക്ക് ഇറങ്ങി പൂർണ്ണമായിട്ട് എല്ലാത്തിനും ഉപേക്ഷിച്ച് വരാൻ പറ്റിയ ഒരു വ്യക്തി ആയിരിക്കില്ല നിങ്ങളുടേത്. ഇവിടെ വന്നിരിക്കുന്ന എനർജി നമുക്ക് അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു എനർജിയുമായിട്ട് കണക്റ്റഡ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് ഈ ഒരു വീഡിയോ റെസനേറ്റ് ആവുക. കാരണം ഈ ഒരു person എന്ന് പറയുന്നത് ഒരുപാട് past ലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ ഇവരുടെ ലൈഫിലേക്ക് ഇവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഉള്ളതൊക്കെ കൊണ്ട് തന്നെ അതുപോലെ ചാടി നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത ഒരു തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ ഇവർക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആഴത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് വേണം നിങ്ങളിലേക്ക് എത്താൻ.
പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് നിങ്ങളും ആഗ്രഹിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇവരിൽ നിന്നൊരു കെയറിംഗ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകവേ. അപ്പൊ ഇവരുടെ ഒരു എടുത്തുചാട്ടത്തിന് അല്ലെങ്കിൽ ഇവർക്ക് കുറച്ചൊരു ഈഗോ ഒക്കെ ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് ഇവര് നിങ്ങളെ ഒന്ന് തഴഞ്ഞിട്ട് പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ എന്തായാലും ഇവർക്ക് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്നതായ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തികൾ തന്നെയാണ്. നിങ്ങൾ ഒരു ചീറ്റിംഗ് എനർജിയിൽ പോയിട്ട് ഇരിക്കുന്ന ഒരു പേഴ്സൺ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു വലിയ ചീറ്റിംഗ് ഒന്നും നടത്തിയിട്ടായിരിക്കില്ല ചിലപ്പോൾ പോയിരിക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസും സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കാം. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെങ്കിലും ഇതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കട്ടെ. ആ ഒരു മാറ്റത്തിലൂടെ നിങ്ങൾക്ക് അർഹമായ സ്നേഹം നൽകിക്കൊണ്ട് നിങ്ങളുടെ ബന്ധത്തിനെ ആ ഒരു പരസ്പര സ്നേഹത്തിലൂടെയും മനസ്സിലാക്കലിലൂടെയും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നിങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കണം. ഒരു കോംപ്രമൈസ് ആണ് വന്നിരിക്കുന്നത്. എല്ലാ പ്രോബ്ലംസും പരസ്പരം പറഞ്ഞു തീർത്തിട്ട് നിങ്ങൾക്കുള്ളിലുള്ള ഒരു ഈഗോ, രണ്ടുപേരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അത് കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ റിലീസ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നത്. ഇനി ആ ഒരു ബേർഡനെ വെച്ചിട്ട് പാസ്റ്റിൽ ആ ഒരു കാര്യങ്ങൾ ഒരു ബേർഡൻ ആയിട്ട് എടുത്തിട്ട് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ലൈഫിനെ എഫക്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ കാലങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ റീകണക്ട് ആയി കഴിയുമ്പോൾ വീണ്ടും അതുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ലവിനെ, നിങ്ങളുടെ ആ ഒരു പ്രണയത്തിനെ എഫക്ട് ചെയ്യും. അങ്ങനെ എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് ആ ഒരു രീതിയിലേക്കാണ് അവർ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ പരസ്പരം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു pillar ആയി മാറണം എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. നമുക്കിവിടെ pillar ആണ് വന്നിരിക്കുന്നത്. strong ആയിട്ടുള്ള ഒരു pillar ആയിരിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ relationship നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ഇവർക്ക് വേണ്ട എല്ലാ support ഉം കൊടുത്ത ഒരു person ആയിരിക്കും നിങ്ങൾ. അതുപോലെ തന്നെ ഇവർക്കും. ഇവര് നിങ്ങൾക്ക് നല്ലൊരു supportive ആയിട്ട് നിന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും. പക്ഷെ സാഹചര്യം കൊണ്ടിട്ട് നിങ്ങളുടെ relationship ഇങ്ങനെയധികം ഒരു പ്രശ്നങ്ങളിലേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു support ഇല്ലാതെയായി പോയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള relationship ആണെന്നുണ്ടെങ്കിലും അതിലൊരു ധാർമ്മികതയിലൂടെ നിങ്ങൾ ചിലപ്പോൾ മുന്നോട്ടേക്ക് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു പ്രശ്നങ്ങളെ എല്ലാം പരിഹരിച്ചിട്ട് ഒരു compromise ലൂടെ പരസ്പരം understanding ലൂടെ തന്നെ ഈ relationship നെ ഒരു pillar ആയിട്ട് തന്നെ ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നിങ്ങളുമായിട്ടുള്ള relationship ന്റെ കാര്യത്തിൽ പരസ്പരം മനസ്സിലാക്കി ആ ഒരു സ്നേഹം പങ്കിട്ടുകൊണ്ട് തന്നെ revival ആണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ തുടക്കം നിങ്ങൾക്കിടയിൽ വേണം. ആ ഒരു പുതിയ തുടക്കത്തിലൂടെ ഒരു judgment ലഭിക്കുന്ന രീതിയിൽ തന്നെ relationship മായിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു രീതിയിൽ ഈ relationship നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവരുടെ ഹൃദയവും മനസ്സും എല്ലാം ആ ഒരു love നെ സ്വീകരിക്കാനായിട്ട് ഇവർ എല്ലാ രീതിക്കും open ചെയ്ത് കഴിഞ്ഞു. ആ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം ജീവിതത്തിലേക്ക് accept ചെയ്യാനായിട്ട് ഇവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ രീതിക്കും ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു problem അല്ലെങ്കിൽ അവരുടെ ഒരു ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ഈ ഒരു situations ലേക്ക് അവർ ചിന്തിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു വലിയ നഷ്ടത്തിലൂടെ തന്നെയാണ് ഈ ഒരു തിരിച്ചറിവ് അവർക്ക് എന്തായാലും കിട്ടിയിരിക്കുന്നത്. justice വന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെയും നമുക്കൊരു കർമ്മ എന്തായാലും തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. കാരണം വേദനിപ്പിച്ച് പോയത് കൊണ്ടുള്ള ഒരു കർമ്മ. പക്ഷെ ഇവരുടെ മനസ്സിൽ ഇവരൊരു ദുഷിച്ച മനസ്സുള്ള ഒരു person ആയിട്ട് എനിക്കിവിടെ കാണിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു flirting mentality ഭയങ്കരമായിട്ടുള്ള ഒരു person ആയിട്ട് നമുക്കിവിടെ വന്നിട്ടില്ല. കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇവരുടേതായ കാര്യങ്ങൾക്ക് കൂടുതൽ value നൽകിയപ്പോൾ നിങ്ങളെ തഴഞ്ഞിട്ട് പോയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരു less contact ലൊക്കെ ആയിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത്. completely ഒരു breakup situation ഒന്നും ആയിരിക്കില്ല. okay. അപ്പൊ ഈ ഒരു time ൽ relationship ന്റെ കാര്യത്തിൽ എല്ലാ രീതിക്കും അതിനൊന്ന് polish ചെയ്തെടുക്കണമെന്നും ആ ഒരു polish ചെയ്തെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കെട്ടുറപ്പോട് കൂടി തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരുടെ മനസ്സിൽ മുഴുവനും ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരു ചിന്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതുപോലെ ഒരു relationship എന്ന് പറയുമ്പോൾ ഒരു trust അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു trust ൽ തന്നെ വേണം ഇനി ഇതിനെ കൊണ്ടുപോകാൻ. സത്യങ്ങളെല്ലാം പരസ്പരം മനസ്സിലാക്കണം. reality എന്താണെന്നുള്ളത് പരസ്പരം മനസ്സിലാക്കണം. ഈ ഒരു രീതിയിലേക്കാണ് ഇവർ ചിന്തിക്കുന്നത്. സാഹസികമാണ് നിങ്ങളുടെ relationship നെ മുന്നോട്ടേക്കുള്ള യാത്ര എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്. പക്ഷെ എങ്കിലും ആ ഒരു സാഹസികമായ യാത്രയും ഇവർ accept ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്രത്തോളം ഭയമുണ്ട് എന്ന് പറഞ്ഞാലും എന്തൊക്കെ situations നിങ്ങളുടെ relationship ൽ തടസ്സങ്ങളായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് പുറത്തേക്ക് വരാൻ ഇവർ ആഗ്രഹിക്കുന്നത്. emotions ഒക്കെ control ചെയ്ത് ഒരു പരിധി വരെ പിടിക്കുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളു കൊണ്ടിട്ട് ഇവരുടെ മനോഭാവത്തിൽ ഈ ഒരു രീതിയിലാണ് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്.
ഒരു സന്തോഷം ഇവരും ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത സമയത്ത് അവർ അനുഭവിച്ച ആ ഒരു സമാധാനവും സന്തോഷവും ആ ഒരു ആഘോഷവും എല്ലാം ഇനിയും കൊണ്ടുവരണം. അവരുടെ ഇൻട്യൂഷൻ ആ ഒരു രീതിയിലാണ് അവരുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ആ ഒരു ഇൻട്യൂഷനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് അതിനെ ഫോളോ ചെയ്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഫോളോ ചെയ്ത് മുന്നോട്ടേക്ക് വരണം. ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത്. അതുപോലെ അവർ നിങ്ങളെ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്നതും ആ ഒരു കമ്മിറ്റ്മെന്റിലൂടെ റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിലേക്ക് വളരെ മനോഹരമായിട്ട് പോകുന്നതും എല്ലാം ഇവരിപ്പോൾ ഡ്രീം ചെയ്യുകയാണ്, വിഷ്വലൈസ് ചെയ്യുകയാണ്. ഒരുതരം മാനിഫെസ്റ്റേഷൻ. ഇവർ ചിലപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു മീനിങ്ങോട് കൂടി ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ പോസിറ്റീവായ തോട്ട്സ് പോലും മാനിഫെസ്റ്റ് ആയി മാറും. ഓക്കെ, അപ്പൊ ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഈ ഒരു പോസിറ്റീവ് രീതിയിലാണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, വിഷ്വലൈസ് ചെയ്യുന്നത്. ആ ഒരു വിഷ്വലൈസിലൂടെ ഇവർക്ക് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഇവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വേണം ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു ബന്ധത്തിൽ. ഇതിന്റെ ഒരു ഗ്രോത്ത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ചെയ്തിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ സംഭവിക്കണം. ഒരു പുതിയ തുടക്കം എല്ലാ രീതിക്കും ഈ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വേണം. ആ ഒരു പുതിയ തുടക്കത്തിലൂടെ വളരെ മനോഹരമായിട്ട് ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഇനി ഒരു രീതിയിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിങ്ങളുടെ ലൈഫിനെ ബാധിക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും എല്ലാം ഒരു പരാതി കൂടാതെ തന്നെ നിങ്ങളിലേക്ക് നൽകണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു അലൈൻമെന്റ് കൊണ്ടുവരണം എന്നാണ് ചിന്തിക്കുന്നത്. ഒരു കെട്ടഴിഞ്ഞു കിടക്കുന്ന രീതിയിലല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു നല്ലൊരു പാറ്റേൺ കൊണ്ടുവരണം. ആ ഒരു പാറ്റേണിലൂടെ തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ആവാനായിട്ട് ഇവർ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തതിന് ശേഷം നടപ്പിലാക്കണം എന്നാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് പറയണം എന്നാണ് ഇവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം. കംപ്ലീറ്റ്ലി ഇതിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള കാര്യത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിയിട്ടുമുണ്ട്. ഒരു പീസ്ഫുൾ ആയ ലൈഫ്, അല്ലെങ്കിൽ ഒരു സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ലൈഫ്, അത് തന്നെയാണ് ഇവരുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവർ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഫോർഗീവ്നെസ് ആണ്, ഒരു ക്ഷമാപണം നടത്താനായിട്ട് ഇവർ തയ്യാറെടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണം. ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ബന്ധമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അകന്നു നിന്ന സമയത്ത്, നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോൾ അകന്നു നിൽക്കുന്ന ഈ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കും ഇവരുടെ ഒരു സ്നേഹത്തിന്റെ ഡെപ്തും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ആഴവും നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോഴായിരിക്കും. ഇത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരും ഈ ഒരു സമയത്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം ഡെപ്ത് ഉള്ളതായിരുന്നു എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മുന്നോട്ടേക്ക് ഒരു കമ്മിറ്റ്മെന്റോട് കൂടി നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അൺബ്രേക്ക് ചെയ്തിട്ട്, അതായത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ചെയിൻ, കെട്ടിക്കിടക്കുന്ന ആ ഒരു ചെയിനെ പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇതിനെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കണം. കെയർഫുള്ളി റിപ്പയറിംഗ് ആണ് വന്നിരിക്കുന്നത്. വളരെ ശ്രദ്ധാപൂർവം ഈ ഒരു റിലേഷൻഷിപ്പിനെ റിപ്പയർ ചെയ്തെടുത്തിട്ട് ആ ഒരു പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ബ്യൂട്ടി അതിനെ വീണ്ടും റീസ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായിട്ട് ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നല്ല രീതിയിൽ തന്നെ റീസ്റ്റാർട്ട് ചെയ്യണം ഈ ഒരു ബന്ധം എന്ന് തന്നെയാണ്, ഒരു ഫ്രഷ് ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു പുലർക്കാലം പോലെ, ഒരു സൂര്യൻ ഉദിച്ച് എന്നും വരുമ്പോഴുള്ള ആ ഒരു പുതിയ തുടക്കം ഉണ്ടല്ലോ. എല്ലാ ദിവസവും കാണുന്നതാണ് സൂര്യനെ എങ്കിൽ പോലും എല്ലാ ദിവസവും ഉദിച്ചു വരുന്ന ആ ഒരു ഉദയ സൂര്യൻ എന്ന് പറയുന്നത് വളരെയധികം പ്രഭയുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുമെങ്കിൽ പോലും എല്ലാ രീതിക്കും അതിനൊരു ക്ഷമാപണം നടത്തിയിട്ട് പാസ്റ്റിനെ എല്ലാം കംപ്ലീറ്റ്ലി റിലീസ് ചെയ്തിട്ട് പരസ്പരം ആ ഒരു സ്ട്രെങ്തോട് കൂടി തന്നെ റിലേഷൻഷിപ്പ് ഒന്ന് ന്യൂ റീസ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരണം. ഒരു ഫ്രഷ് ആയിട്ട് തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നും അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് റീമീറ്റ് ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു റീമീറ്റിലൂടെ ആ ഒരു അഡ്വഞ്ചർ ആണ് വന്നിരിക്കുന്നത്. എഗെയിൻ നമുക്കൊരു അഡ്വഞ്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് തടസ്സങ്ങളുണ്ട്, നിങ്ങൾക്കും അത് അറിയായിരിക്കാം. റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊക്കെ. എങ്കിലും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ആ ഒരു അഡ്വഞ്ചർ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹസികമായ കാര്യത്തിലെ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ ഇവർ ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ്. ട്രാൻസ്പെറൻസിയോട് കൂടി തന്നെ ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതുപോലെ ഇതുവരെ നിങ്ങളുടെ ഇമോഷൻസ് ഇവരെ അധികം ശ്രദ്ധിച്ചിട്ടില്ല, അതുപോലെ ഇവരുടെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാത്ത രീതിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒറ്റപ്പെട്ടു പോയ സമയത്ത് ഇവർക്ക് ആ ഒരു എക്സ്പ്രസ് ചെയ്യാനൊന്നും ആരും കൂടെ ഇല്ല, ഒട്ടും പ്രകടിപ്പിക്കാൻ പോലും ഇപ്പൊ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ തീവ്രത മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളിവിടെ കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇമോഷൻസ് ഒക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ ഒരാൾ ഉണ്ടാകുമായിരുന്നു
എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇവർ പലപ്പോഴും ഇപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ പലപ്പോഴും നിങ്ങളുടെ ആ ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ വീണ്ടും ബാക്കിലേക്ക് വലിയുന്നു. വേണ്ട വേണ്ട എന്നൊരു ചിന്ത. ഇപ്പൊ വേണ്ട എന്നൊരു ചിന്ത. അത് ഇവരുടെ ഒരു ചെറിയ ഈഗോ തന്നെയായിട്ടാണ് നമ്മൾക്കിവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇനിയും ആ ഒരു പേഴ്സൺ ആ ഒരു രീതിയിൽ ഇതിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ആറ്റിറ്റ്യൂഡിൽ കംപ്ലീറ്റ്ലി ഒരു മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് തരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു ജഡ്ജ്മെന്റിലൂടെ റിലേഷൻഷിപ്പിനെ വളരെ മനോഹരമായിട്ട് ഒരു ഫാമിലി എനർജിയാണ്. ഫാമിലി എനർജി എന്ന് പറയുമ്പോൾ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ നമുക്ക് കമന്റ് ചെയ്ത് ചോദിച്ചൊരു കാര്യമാണ് എക്സ്ട്രാ marital എന്ന് പറയുമ്പോഴേക്കും അവിടെ ഒരു ഫാമിലി എനർജി എങ്ങനെയാണ്? എല്ലാവരും ഫാമിലി അല്ലല്ലോ. ലവ് ആയിട്ട് ചെയ്യുന്നവരും ഉണ്ടാവില്ലേ? നമ്മൾ പറയുന്ന ഫാമിലി എനർജി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ ഒരു ഫീൽ എന്താണ്? അത്രയും ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ബന്ധമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഫാമിലി എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഡെപ്തിനെയാണ് ഫാമിലി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു ഫാമിലി പോലെ അല്ലെങ്കിൽ അത്രത്തോളം ഡെപ്ത് ആയിട്ട് തന്നെ ഒരു ജഡ്ജ്മെന്റോട് കൂടി ഇതിനെ കൊണ്ടുപോകണം എന്നാണ് അവരുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ അവരിപ്പോൾ മനസ്സിലാക്കുന്നത്. okay അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളോടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടും ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതും. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു ക്ലൂസും ഇതിൽ വന്നിരിക്കുന്ന സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. 37 N എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 1982 ലിബ്ര എന്നൊരു സോഡിയാക് സൈൻ. രോഹിണി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. അശ്വതി 30 days എന്ന് വന്നിട്ടുണ്ട്. 30 ദിവസം. അപ്പൊ നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു 30 ദിവസം എന്നുള്ളത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇടുക്കി വന്നിട്ടുണ്ട്. 28 ഇത് നിങ്ങൾക്ക് ഏജ് ആയിട്ടും ഡേറ്റ് ആയിട്ടും എടുക്കാം. മൂലം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. 35 ലിയോ സോഡിയാക് സൈൻ. അനിഴം എന്നൊരു സ്റ്റാർ. മെയ് എന്നൊരു മന്ത്. ഡിസംബർ മന്ത്. കൊല്ലം ഡിസ്ട്രിക്റ്റ്. 28 എ എന്നൊരു ലെറ്റർ. ഇടുക്കി. പുണർദം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. എസ് എന്നൊരു ലെറ്റർ. 36 ജെമിനി എന്നൊരു സോഡിയാക് സൈൻ. 4 എന്നൊരു ലെറ്റർ നമ്പർ. ഉത്രിട്ടാതി. കാലിക്കറ്റ് എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന 42 എന്നൊരു നമ്പർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.